കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ വനം വകുപ്പിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സർപ്പ വോളണ്ടിയർമാരുണ്ട്. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വോളണ്ടിയർ സ്ഥലത്തെത്തിയിട്ട് ആ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി മാറ്റും. അപ്പോൾ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ റൂമങ്ങ് അടച്ചിട്ടാലും മതി, അതിൻ്റെ അടുത്തേക്ക് പോവുകയോ അതിനെ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. സർപ്പ ആപ്പ് വനം വകുപ്പിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടികൂടി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് പാമ്പിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വിളിച്ച് പറയാതെ തന്നെ തൊട്ടടുത്തുള്ള സർപ്പയിൽ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ വനം വകുപ്പിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് അലർട്ട് മെസ്സേജ് പോവുകയും അതിൽ ചിലപ്പം പലരും പല ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അതിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സ്വമേധയാ ആ ഒരു റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് സ്ഥലത്തേക്ക് എത്തിയിട്ട് അതിനെ പിടികൂടി മാറ്റുകയും ചെയ്യും. പിന്നെ പാമ്പിനെ കണ്ടു അത് വിഷമില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യത്തിലല്ല, വീട്ടിൽ ഒരു വിശാലമായ പറമ്പിൽ പുറത്താണ് കണ്ടത്, അപകട സാഹചര്യമൊന്നുമില്ല, പക്ഷേ അതിനെ കണ്ട് അത് ഏത് ഇനമാണെന്ന് നമുക്ക് അറിയണമെന്നൊരു താല്പര്യം തോന്നി നമുക്കതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പിന്നൊന്ന് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള മുൻകരുതലുകൾ സംബന്ധിച്ച വീഡിയോസ് അതിലുണ്ട്. പാമ്പ് കടിയേറ്റാൽ ഏതൊക്കെ ഹോസ്പിറ്റൽസിനാണ് ആൻറ്റിവനം അവൈലബിലിറ്റി ഉള്ളത്, അത് ശരിയായ ആൻറ്റിവനം ചികിത്സയുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റുണ്ട്, ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റുണ്ട്. അത് ആ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈറ്റ് നടന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയാണ് അതിൽ ആദ്യത്തേതായി കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ഉണ്ട്. ഇനി മൊബൈലിൽ സർപ്പ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് സർപ്പ വോളണ്ടിയേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ നമ്മുടെ മൊബൈലിലൊന്ന് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥലത്തെത്തിയിട്ട് ഇപ്പോൾ ആ കോള് കിട്ടിയ ആൾ ഒരുപക്ഷെ അന്നേരം തിരക്കിലാണ്, സ്ഥലത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആൾ നമുക്ക് ജില്ലാ കോർഡിനേറ്റർമാരൊക്കെ ഉണ്ട്, ജില്ലാ ഫെസിലിറ്റേറ്റർമാരുണ്ട്. അപ്പോൾ അവരിലൂടെ അടുത്ത ആൾ ആരാണ് അവൈലബിൾ എന്നുള്ളത് അവർക്ക് കോൾ കണക്ട് ചെയ്തിട്ട് അവർ വന്നിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പിന്നെ 24 മണിക്കൂറും നമുക്ക് ഫങ്ഷണലായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുണ്ട് 1800 425 4733. ഇതാണ് വനം വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പർ.